മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ ഒരു നിയമസഭാ മണ്ഡലമായിരുന്നു പാലക്കാട്. ഏറ്റവും വാശിയേറിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പാലക്കാടാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ചൊരു ത്രികോണ മത്സരം ഉണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന അർത്ഥത്തിൽ. അവിടെ തികഞ്ഞ വിജയപ്രതീക്ഷയിലായിരുന്നു LDFും BJPയും UDFും ഒക്കെ. BJPയെ സംബന്ധിച്ചിടത്തോളം രാജഗോപാലിന് ശേഷം മറ്റൊരാൾ നിയമസഭയിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് എന്ന തികഞ്ഞ വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. അതേസമയം സരിൻ വന്നതോടുകൂടി സരിൻ്റെ ചടുലമായ പ്രവർത്തനവും വോട്ടർമാരെ കാണാനൊക്കെയുള്ള ആവേശവും ഒക്കെ കണ്ടപ്പോൾ സ്വാഭാവികമായും ഒരു സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സരിൻ ഒരു പക്ഷേ പാലക്കാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്ന് ഇടതുമുന്നണിയും കരുതി. പക്ഷേ BJPയുടെയും ഇടതുമുന്നണിയുടെയും എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാക്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് MLA ആകുന്നത്. ഷാഫി പറമ്പിലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടെ സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നത്. സ്വാഭാവികമായും രാഹുലിനെ വിജയിപ്പിച്ചെടുക്കേണ്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഷാഫി പറമ്പിലിനാണ്. 20% വരുന്ന ന്യൂനപക്ഷ വോട്ടർമാരുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് ഷാഫി പറമ്പിൽ എല്ലാ കാലത്തും അവകാശപ്പെട്ടിരുന്നു. ആ പിന്തുണ രാഹുൽ മാക്കൂട്ടത്തെ ജയിപ്പിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസം ഷാഫി പറമ്പിലിന് ഉണ്ടായിരുന്നിരിക്കണം. സ്വാഭാവികമായും ഇത്തവണ ആ വിശ്വാസം ഷാഫിയെ വിജയത്തിലേക്ക് നയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാഹുലിൻ്റെ വിജയം സത്യത്തിൽ ഷാഫിയുടെ വിജയമാണ്. രാഹുൽ മാക്കൂട്ടത്തിലെ അങ്ങനെ പാലക്കാടുകാർക്ക് അത്ര പരിചിതനായ ഒരാളല്ല. പാലക്കാടിൻ്റെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇടപെട്ടിട്ടുള്ള ഒരാളുമല്ല രാഹുൽ മാക്കൂട്ടത്തിൽ. പക്ഷേ ഷാഫി പറമ്പിൽ നിർദ്ദേശിക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് പാലക്കാട് രാഹുലിന് വോട്ട് ചെയ്തു എന്നതാണ് BJPയെയും അതുപോലെ CPMനെയും അമ്പരിപ്പിക്കുന്നത്. മാത്രവുമല്ല റെക്കോർഡ് ഭൂരിപക്ഷം കിട്ടി എന്നതാണ് അതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം. 2014 ഷാഫിക്ക് 17,483 വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷം കിട്ടുന്നത്. എന്നാൽ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം അതിനേക്കാൾ മുകളിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് ഇവിടെ രസകരമായ ഒരു കാര്യം. അപ്പോൾ 18,840 വോട്ട് ഭൂരിപക്ഷം നേടാൻ രാഹുൽ മാക്കൂട്ടത്തിന് കഴിഞ്ഞിരിക്കും. ഷാഫിയുടെ പിന്തുണയ്ക്കൊപ്പം മറ്റു പല ഘടകങ്ങൾ കൂടി രാഹുലിന് അനുകൂലമായി പ്രവർത്തിച്ചു എന്ന് വേണം പാലക്കാട് കരുതാൻ. കൃഷ്ണകുമാർ പാലക്കാടുകാർക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു നേതാവാണ്. പണ്ട് പാലക്കാടിൻ്റെ നഗരപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മൂത്താന്തറയിൽ അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന BJPയെ അതിന് പുറത്തേക്കൊരു വലിയ ശക്തിയാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് കൃഷ്ണകുമാർ. വിദ്യാർത്ഥി പരിഷത്തിലൂടെ ആണ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടങ്ങളിൽ കൃഷ്ണകുമാറിന് വലിയ അംഗീകാരം ലഭിച്ചു. നഗരസഭയിലെ കൗൺസിലർ തെരഞ്ഞെടുപ്പിലൊക്കെ ആവേശത്തോടു കൂടിയാണ് കൃഷ്ണകുമാറിന് വേണ്ടി ആളുകൾ വോട്ട് ചെയ്യുകയും ജയിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടോ ആ ആവേശം കണ്ടില്ല. മാത്രമല്ല ശ്രീധരന് ലഭിച്ചത്ര വോട്ട് കൃഷ്ണകുമാറിന് ലഭിച്ചില്ല. ശ്രീധരന് ഒരു പ്രത്യേക അംഗീകാരമുണ്ട്, മെട്രോമാൻ എന്ന ഒരു പേരുണ്ട്, പ്രശസ്തിയുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ജയിച്ചാൽ പാലക്കാടിന് പ്രത്യേകമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്ന് അവിടുത്തുകാർ കരുതിയിരുന്നു. ഒരുപക്ഷെ അത്ര മികവ് കൃഷ്ണകുമാറിനില്ല എന്ന് തോന്നിയതുകൊണ്ടാകണം ചിലരൊക്കെ ഇത്തവണ കൃഷ്ണകുമാറിനെ വിട്ട് UDF പാളയത്തിലേക്ക് വീണ്ടും വോട്ട് ചെയ്യാൻ തയ്യാറായത്. കൃഷ്ണകുമാർ ജയിക്കും എന്ന ഒരു പ്രതീക്ഷ വലിയ തോതിൽ BJP കേന്ദ്രങ്ങൾ വെച്ചു പുലർത്തിയിരുന്നു. ആദ്യം എണ്ണിയത് തപാൽ വോട്ടുകളാണ്. തപാൽ വോട്ടുകൾ എണ്ണിയപ്പോൾ ഒരു 53 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ UDFന് ഉണ്ടായിരുന്നു. ഒന്നാം റൗണ്ട് കഴിഞ്ഞപ്പോൾ 1057 വോട്ടിൻ്റെ ഭൂരിപക്ഷം കൃഷ്ണകുമാർ കിട്ടി. രണ്ടാം റൗണ്ടിലും ആ ലീഡ് ചെറുതായി ഇടിഞ്ഞെങ്കിലും ആ ലീഡ് നിലനിർത്താൻ കഴിഞ്ഞു. മൂന്നാം റൗണ്ടിൽ UDFന് നേരിയ മേൽക്കൈ വന്നു, 708 വോട്ടിൻ്റെ ഭൂരിപക്ഷം. റൗണ്ട് 4 ആയപ്പോഴേക്കും രാഹുൽ മാക്കൂട്ടം തൻ്റെ ലീഡ് കുറച്ചുകൂടി ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് 5ാം റൗണ്ടിലും 6ാം റൗണ്ടിലുമൊക്കെ BJP മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ ഈ 8ാം റൗണ്ട് ആകുന്നതോടുകൂടി വോട്ടെണ്ണലിൻ്റെ രീതി മാറുകയാണ്.
അത് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. കാരണം ഈ സഭാ കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും ബി ജെ പിക്ക് കൂടുതൽ വോട്ടുള്ളത്. നഗരസഭയിലെ ആ ബൂത്തുകൾ വിട്ട് രായിരി പഞ്ചായത്തിൻ്റെ ബൂത്തുകൾ എണ്ണിത്തുടങ്ങിയതോടുകൂടി യു ഡി എഫിൻ്റെ ലീഡ് ശക്തമായി ഉയർന്നു. പിന്നീട് അത് മാത്തൂരിലും കണ്ണാടിയിലുമൊക്കെ അത് ആവർത്തിക്കുന്നൊരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും ഒടുവിലത്തെ ചിത്രം പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ യു ഡി എഫിന് 57,913 വോട്ടുകൾ കിട്ടി. ബി ജെ പിക്ക് 39,243 വോട്ടുകൾ കിട്ടി. ഈ ശ്രീധരന് ലഭിച്ചതിനേക്കാൾ ഒരു 10,000 വോട്ടിൻ്റെ കുറവ് ഉണ്ടായി എന്നതാണ് ഇവിടെ ശ്രദ്ധേയം. ഈ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്ന ചോദ്യം ഉയരുകയാണ്. സ്വാഭാവികമായും അത് യു ഡി എഫിന് ലഭിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഈ ബി ജെ പിയെ വോട്ടുകൾ യു ഡി എഫിന് ലഭിച്ചത് എന്നത് ഒരു പ്രസക്തമായ ചോദ്യം ആവുകയാണ്. പാലക്കാട് ഉണ്ടായത് വർഗീയ ശക്തികളുടെ ഒരു മഴവിൽ സഖ്യമാണെന്നും ആ മഴവിൽ സഖ്യമാണ് ജയിച്ചത് എന്നുമാണ് എം വി ഗോവിന്ദൻ മാഷിൻ്റെ ആരോപണം. പക്ഷേ അത് അംഗീകരിക്കാൻ യു ഡി എഫ് തയ്യാറല്ല. ഭരണവിരുദ്ധ വികാരമാണ് അലയടിച്ചത് എന്നാണ് വി ഡി സതീശൻ്റെ അഭിപ്രായം. ഏതായാലും ഒട്ടനവധി ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഉണ്ടായി. പാലക്കാടിലെ രാഷ്ട്രീയം ഇത്ര കണ്ട് വിവാദമായ ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം. അതിലേറ്റവും സുപ്രധാനമായത് സരിൻ്റെ കൂറുമാറ്റമാണ്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഘട്ടത്തിലാണ് സരിൻ പൊട്ടിത്തെറിക്കുന്നത്. പിന്നീട് അദ്ദേഹം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്തു. സരിൻ ഒരു മഹാനാണ് എന്ന തരത്തിൽ എൽ ഡി എഫ് അദ്ദേഹത്തെ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ പരിചയപ്പെടുത്തുന്നു. സിവിൽ സർവീസൊക്കെ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങി തിരിച്ച സരിൻ്റെ വിജയം ഉറപ്പാണ് എന്നായിരുന്നു എൽ ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ കണക്കുകൂട്ടൽ തെറ്റി. എന്നാൽ കൃഷ്ണകുമാർ അവിടെ സ്ഥാനാർത്ഥിയാകുന്നതിനെ സംബന്ധിച്ച് കാര്യമായ തർക്കങ്ങൾ ഒന്നും ഉണ്ടായില്ല. ആദ്യമൊക്കെ ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിത്വം ലഭിക്കണം എന്ന് ആവശ്യപ്പെടുന്നു എന്ന തരത്തിലൊക്കെ ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിലും ആത്യന്തികമായി കെ സുരേന്ദ്രൻ സി കൃഷ്ണകുമാറിനെയാണ് പിന്തുണച്ചത്. പ്രചരണത്തിന് ശോഭാ സുരേന്ദ്രനെ കാണാതിരുന്നപ്പോൾ ചില ഇടങ്ങളിലൊക്കെ അടക്കം പറച്ചിലുണ്ടായി. പക്ഷേ പിന്നീട് ശോഭാ സുരേന്ദ്രൻ വന്നു, പ്രശ്നങ്ങൾ തീർന്നു. സരിൻ്റെ കൂറുമാറ്റം വലിയ തോതിൽ ചർച്ചാ വിഷയമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ. പിന്നെ ഉണ്ടായത് സന്ദീപ് വാര്യരുടെ എടുത്തുചാട്ടമാണ്. ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വാര്യർ യു ഡി എഫിലെത്തി. ഒരു തെരഞ്ഞെടുപ്പിൽ ആദ്യം കുറച്ച് സമയം ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും പിന്നെ കുറച്ച് സമയം മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും പ്രവർത്തിക്കാനുള്ള വലിയ ഭാഗ്യമാണ് സന്ദീപ് വാര്യർക്ക് ലഭിച്ചത്. സന്ദീപ് വാര്യർ ആദ്യം ശ്രീ കൃഷ്ണകുമാറിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങി. പക്ഷേ വേദികളിൽ സീറ്റ് കിട്ടിയില്ല. സീറ്റ് കിട്ടാതെ ഹതഭാഗ്യനായി മടങ്ങിപ്പോയ സന്ദീപ് വാര്യർ ഈ കാര്യം ചില മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അങ്ങനെ അത് ബ്രേക്കിംഗ് ന്യൂസായി വാർത്തയായി. വാർത്ത കെ സുരേന്ദ്രൻ്റെ ചെവിയിലെത്തി. അടങ്ങിയിരുന്നില്ലെങ്കിൽ അടിച്ചു പുറത്താക്കും എന്നായിരുന്നു കെ സുരേന്ദ്രൻ്റെ പ്രതികരണം. പുറത്താക്കേണ്ട കാര്യമില്ല, താൻ രാജിവെച്ച് പോയിക്കോളാം എന്ന നിലപാടിലായി സന്ദീപ് വാര്യർ. കാലങ്ങളായി ഒതുക്കി വെച്ചിരുന്ന അതിർത്തി അങ്ങനെ പുറത്തു ചാടി. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സന്ദീപ് വാര്യർ തൻ്റെ മുഴുവൻ പ്രതികാര ബുദ്ധിയോടും കൂടിയാണ് ഇപ്പോൾ രംഗത്തിറങ്ങിയത്. കെ സുരേന്ദ്രനെ മാരാർജി ഭവനിൽ നിന്ന് അടിച്ചിറക്കണം എന്നാണ് സന്ദീപ് വാര്യരുടെ ആവശ്യം. അടിച്ചിറക്കിയാൽ മാത്രം പോരാ, പിന്നെ ചാണകം തെളിക്കണം എന്നും സന്ദീപ് വാര്യർ പറയും. സുരേന്ദ്രനാണ് ഈ പരാജയത്തിന് കാരണം എന്നാണ് സന്ദീപ് വാര്യരുടെ ആക്ഷേപം. എന്നാൽ സന്ദീപ് വാര്യർ ഇനി കോൺഗ്രസിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് ബി ജെ പിയുടെ നിലപാട്. പാലക്കാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ബി ജെ പി നേതാവായ ശിവരാജൻ അത് തുറന്നു പറയുകയും ചെയ്തു. ബി ജെ പിയുടെ കാര്യങ്ങൾ നോക്കാൻ ബി ജെ പിക്കാർക്കറിയാം, അതുകൊണ്ട് സന്ദീപ് വാര്യർ ഇനി കോൺഗ്രസിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഏതായാലും സന്ദീപ് വാര്യരെ സി പി എം വലിയ തോതിൽ അപമാനിച്ചു എന്ന കാര്യം സത്യമാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപെയാണ് രണ്ട് പത്രങ്ങളിൽ സന്ദീപ് വാര്യരെ ഒരു പ്രധാന വിഷയമാക്കി പരസ്യം പ്രത്യക്ഷപ്പെട്ടത്. രാഷ്ട്രീയ സ്വയംസേവക് സംഘിൻ്റെ ഗണവേഷമൊക്കെ ധരിച്ചു നിൽക്കുന്ന സന്ദീപ് വാര്യരുടെ ചിത്രവും അദ്ദേഹം മുമ്പ് നടത്തിയ ചില പ്രസ്താവനകളുമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പരസ്യം തയ്യാറാക്കിയത്. സന്ദീപ് വാര്യരെ ലക്ഷ്യം വെച്ചുള്ള ആ പരസ്യം കോൺഗ്രസിൻ്റെ അടിവേരർക്കും എന്നാണ് സി പി എം കരുതിയത്. പരസ്യം കൊടുത്തത് സി പി എം ആണെങ്കിലും പൈസ കൊടുത്തത് ബി ജെ പി ആണ്
എന്ന ആരോപണം സന്ദീപ് വാര്യർ അന്നേ ഉന്നയിച്ചതാണ്. ഏതായാലും അത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരം പരസ്യങ്ങൾ രണ്ട് പത്രങ്ങളിൽ, ന്യൂനപക്ഷങ്ങൾ കൂടുതലായി വായിക്കുന്ന പത്രം എന്ന് പൊതുവെ ധരിക്കുന്ന രണ്ട് പത്രങ്ങളിൽ വന്നത് വലിയ തോതിൽ ചർച്ചാ വിഷയമായി. തെരഞ്ഞെടുപ്പിൽ എന്നാൽ ഇതൊക്കെ അനുകൂലമായ ഒരു ട്രെൻഡല്ല ഉണ്ടാക്കിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. സന്ദീപ് വാര്യർ പോയതുകൊണ്ട് കൃഷ്ണകുമാറിന് കുറച്ച് ശക്തി കൂടും എന്നായിരുന്നു പൊതുവെയുള്ള BJPക്കാരുടെ ധാരണ. കാരണം അത് കൂടുതൽ വാശി ഉണ്ടാക്കാൻ ആളുകളിൽ കൂടുതൽ വാശി ഉണ്ടാക്കാൻ അതൊരു കാരണമായി എന്നാണ് അവർ കണക്കുകൂട്ടിയത്. പക്ഷേ അതൊന്നും വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചില്ല. പതിവ് പോലെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമായപ്പോൾ SDP-യും അങ്ങനെയുള്ള ചെറിയ സഖ്യങ്ങളുമൊക്കെ UDF-ന് വന്ന് പിന്തുണ പ്രഖ്യാപിച്ചു. UDF ജയിക്കുന്നതാണ് ശരി എന്നാണ് അവരുടെ നിലപാട്. പരസ്യമായി തള്ളിപ്പറയുന്നുണ്ടെങ്കിലും ഇത്തരം കക്ഷികളെയൊക്കെ രഹസ്യമായി ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ. അവർക്കാകട്ടെ BJP-യെ പരാജയപ്പെടുത്തുക എന്നതാണ് സുപ്രധാനമായ ലക്ഷ്യം. സ്വാഭാവികമായും അവർ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. അത് UDF-ന് പക്ഷേ ഗുണകരമായിരിക്കണം. ഷാഫി പറമ്പിലിൻ്റെ സാന്നിധ്യവും ഒപ്പം ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നേടാവുന്ന വിജയവുമായാണ് UDF ഈ വിജയത്തെ ഉയർത്തിക്കാണിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് പരാജയപ്പെട്ടത് എന്ന് VD സതീശന് മനസ്സിലായി എന്നർത്ഥം. ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ജയിക്കാവുന്നതേ ഉള്ളൂ എന്ന പാഠമാണ് വോട്ടർമാർ തങ്ങൾക്ക് നൽകിയത് എന്നാണ് VD സതീശൻ പറയുന്നത്. ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കൂടി VD സതീശനും ഉണ്ട്. ഇനി അങ്ങോട്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും എന്ന് അദ്ദേഹം പറയുന്നു. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് അലയടിക്കുകയാണ് എന്നാണ് VD സതീശൻ പറയുന്നത്. അത് എത്ര കണ്ട് ശരിയാണെന്നറിയില്ല. അങ്ങനെയെങ്കിൽ അത് ചേലക്കരയിൽ വേണ്ട രീതിയിൽ അലയടിച്ചോ എന്ന സംശയവും അവിടെ നിലനിൽക്കുകയാണ്. ഏതായാലും പാലക്കാട് എല്ലാവർക്കും ഒരു പാഠമാണ്. മഴവിൽ സഖ്യങ്ങൾ ഉണ്ടാക്കുന്നവർക്കും ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നവർക്കും ഒക്കെ അതിൻ്റെ പ്രതിഫലനങ്ങൾ എങ്ങനെ വരും എന്ന് പഠിക്കാനുള്ള ഒരവസരമാണ് പാലക്കാട്. വിവാദങ്ങളിലൊന്നും ഇനി വോട്ടർമാർ വീഴില്ല എന്നപ്പോൾ ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തന്നെ ആളുകൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിച്ചു കഴിയും. പെട്ടെന്നുണ്ടാകുന്ന ചില പൊട്ടിത്തെറികളും ചില പരാമർശങ്ങളും അവസാന മിനിറ്റിലുണ്ടാകുന്ന ചില നീക്കുപോക്കുകളും ഒന്നും തെരഞ്ഞെടുപ്പിനെ അത്ര കണ്ട് ബാധിക്കില്ല. എങ്കിലും ചില അന്തർധാരകൾക്ക് തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്ന ഒരു പാഠം കൂടി ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുകയാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു റിവൈസിങ്ങിന് അവർ തയ്യാറാകണം. കാരണം പാലക്കാട് BJP-ക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് എന്നായിരുന്നു അവരുടെ വിലയിരുത്തൽ. പക്ഷേ അവിടെ ശക്തമായ കോൺഗ്രസ് ആധിപത്യമാണ് ഇപ്പോൾ തെളിയുന്നത്. അതിനെ അതിജീവിച്ച് വരാൻ എളുപ്പമല്ല എന്ന പാഠം കൂടി BJP-ക്ക് ലഭിക്കുകയാണ്. അപ്പോൾ പാലക്കാട് വഴി നിയമസഭയിലേക്ക് എത്താം എന്ന് കരുതുന്ന BJP-ക്ക് അതിനുള്ള മാർഗങ്ങൾ ഒന്നുകൂടി പുനഃപരിശോധിക്കേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെ എല്ലാവർക്കും ഒരു പാഠമാവുകയാണ്.